നവീന്റെ മനസ്സിൽ നിറയെ നന്ദു എന്ന നന്ദനോടുള്ള പ്രണയം മാത്രമായിരുന്നു. ഒരു വസന്തം പോലെ അത് അവന്റെ ഉള്ളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു. ആരോടും പറയാത്ത, ആരും അറിയാത്ത ഒരു നിധി പോലെ അവൻ ആ സ്നേഹം കാത്തു സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ നന്ദുവിനോട് തന്റെ പ്രണയം തുറന്നു പറയാമെന്നും അവളെ സ്വന്തമാക്കാമെന്നും അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. നവീന്റെ അമ്മക്ക് തന്റെ മരുമകളായി ഒരു തന്റേടമുള്ള പെൺകുട്ടി വരുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു പോലീസുകാരിയോ ഒരു ഉദ്യോഗസ്ഥയോ ആയ പെൺകുട്ടിയേക്കാൾ വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്ന ഒരു പഞ്ചപാവമായ പെൺകുട്ടിയാണ് അവൾ ആഗ്രഹിച്ചത്. എന്നാൽ നവീന്റെ ചിന്തകൾ നേരെ മറിച്ചായിരുന്നു. തന്റേടമുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൻ ജീവിതസഖിയായി ആഗ്രഹിച്ചത്. അത് നന്ദു തന്നെയായിരുന്നു. പക്ഷേ അമ്മയുടെ എതിർപ്പ് ഭയന്ന് അവൻ തന്റെ ഇഷ്ടം വീട്ടിൽ തുറന്നു പറഞ്ഞില്ല. നന്ദുവിനോട് ആദ്യം കാര്യങ്ങളെല്ലാം പറയാം, അവളുടെ മനസ്സും കൂടി അറിഞ്ഞതിന് ശേഷം വീട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്താമെന്ന് നവീൻ കണക്കുകൂട്ടി. നന്ദുവിന് തന്നോട് ഇഷ്ടമായിരിക്കുമെന്നൊരു തെറ്റായ ധാരണ നവീന്റെ ഉപബോധ മനസ്സിൽ എവിടെയോ വേരുറച്ചിരുന്നു. നവീന്റെ വിവാഹകാര്യം ചർച്ച ചെയ്യാനായി മുത്തശ്ശൻ നരസിംഹം എല്ലാവരെയും വിളിപ്പിച്ചു. നവീന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് അവൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് ആരാണെന്ന് അവൻ വ്യക്തമാക്കിയിട്ടില്ലെന്നും മുത്തശ്ശൻ പറഞ്ഞു. സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നവീന്റെ മനസ്സിലുള്ളത് നന്ദുവാണെന്ന് ആർക്കും അറിയില്ല. മുത്തശ്ശന് പോലും ആ ഒരു കാര്യം അറിയില്ലായിരുന്നു. നവീന്റെ അമ്മ തന്റെ നിലപാട് ഘടിപ്പിച്ചു. അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്റേടിയായ ഒരു പോലീസുകാരിയോ വക്കീലൊന്നും തന്നെ ഈ വീട്ടിലേക്ക് വേണ്ട. എനിക്ക് വേണ്ടത് കുടുംബം നോക്കി നടക്കാനറിയാവുന്ന ശാന്തയായ ഒരു പെൺകുട്ടിയാണ്. പുറത്തു ജോലിക്ക് പോകുന്ന അമിത തന്റേടമുള്ളവരെ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയും. ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ അവരെ തിരുത്താൻ ശ്രമിച്ചു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് തന്റേടം അത്യാവശ്യമാണ്. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാവും. നയനയും നവ്യൊക്കെ ഈ വീട്ടിലേക്ക് വന്നത് നമ്മൾ വിചാരിച്ച രീതിയിലായിരുന്നോ? തുടക്കത്തിൽ നയനയും ദേവേനും ശത്രുക്കളെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവയാനിക്ക് നയനയെ കൂടാതെ പറ്റില്ലെന്ന അവസ്ഥയായില്ലേ? അതുപോലെ എല്ലാം ശരിയാവും. നവ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ എതിർത്തു. നവ്യ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് അവൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ മുത്തശ്ശൻ അതിന് കൃത്യമായ മറുപടി നൽകി. നവ്യയുടെ സ്വഭാവത്തെക്കാൾ ഉപരി അവളുടെ ഭർത്താവ് അഭിയും അമ്മായിയമ്മ ജലജയും അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് അവരാണ്. സ്നേഹത്തോടെ പെരുമാറിയാൽ ഏത് പെൺകുട്ടിയും കുടുംബത്തിന്റെ വിളക്കാവും. എന്നിട്ടും നവീന്റെ അമ്മക്ക് അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നവീന്റെ മനസ്സിലെ പെൺകുട്ടിയെ കണ്ടെത്താൻ മൂർത്തി സാറിനെ ചുമതലപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിവാഹാലോചനകൾ മുറുകിയപ്പോൾ നവീന്റെ അമ്മ അവനോട് വീണ്ടും ആ ഒരു കാര്യം തിരക്കി. നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് പറ, നമുക്കത് ആലോചിക്കാം. പക്ഷേ അത് തന്റേടമുള്ളവളാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നും അമ്മ പറഞ്ഞു. നവീൻ അമ്മയോട് തർക്കിച്ചു. അമ്മയുടെ ഇഷ്ടം തന്റേടമില്ലാത്തവരെയാണോ? ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ പോലെയുള്ള നല്ല ധൈര്യമുള്ള പെൺകുട്ടിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാത്തത്. എങ്കിലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയെന്നും അവളുടെ സമ്മതം കൂടി കിട്ടിയാൽ ഉടനെ വീട്ടിൽ അറിയിക്കാമെന്നും അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൾ തന്നെ പറയും. ആ നിമിഷം ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അന്നേക്ക് ആ വിവാഹം നടത്തിത്തരണം, നവീൻ ആത്മവിശ്വാസത്തോടെ മുത്തശ്ശനോട് പറഞ്ഞു. നവീന്റെ സന്തോഷം കണ്ട് മുത്തശ്ശനും സമ്മതം മൂളി. ഇതേ സമയം ജയിലിൽ നിന്നും ജാമ്യം ലഭിച്ച അഭി പുറത്തിറങ്ങി. പകയും വിദ്വേഷവും അയാളുടെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്നു. ജയിലിന് പുറത്ത് നന്ദുവിനെ കണ്ട അഭി പ്രകോപിതയായി. എന്നെ ജയിലിലിട്ട് ശിക്ഷിച്ചതിന് നിനക്ക് നല്ലതൊന്നും വരില്ല നന്ദു എന്ന് അയാൾ വെല്ലുവിളിച്ചു. നന്ദു ശാന്തമായി മറുപടി നൽകി. തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്? ജ്വല്ലറിയിലെ ക്രമക്കേടുകൾക്ക് മുത്തശ്ശനും ആദർശേട്ടനും നൽകിയ പരാതിക്കല്ലേ നിങ്ങൾ അകത്തായത്? അബിയുടെ മറുപടിയിൽ നിറയെ വിഷം കലർന്നിരുന്നു. ഇതൊക്കെ നീയും നയനയും ആദർശം കൂടെ ആസൂത്രണം ചെയ്തതാണെന്ന് എനിക്കറിയാം. അനിയുമായിട്ടുള്ള തൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി എന്നെ ഒഴിവാക്കിയതല്ലേ? ഞാൻ ജ്വല്ലറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അധികാരങ്ങളും കിട്ടുമല്ലോ. നിങ്ങളെല്ലാവരും നന്നായി അങ്ങ് കളിച്ചു. പക്ഷേ ഈ അബി ആരാണെന്ന് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ അബി വെല്ലുവിളിച്ചു. നന്ദു അയാളുടെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ നിന്നു. നിങ്ങളുടെ ഉള്ളിലെ ക്രിമിനൽ ബുദ്ധി എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ വെല്ലുവിളിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക്. വീട്ടിൽ പോയി ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ നോക്ക്, അവൾ താക്കീതുപോലെ നൽകി. ജയിലിൽ നിന്നും അഭി നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ്. തൻ്റെ പഴയ അധികാരങ്ങളെല്ലാം തിരിച്ചെടുക്കാമെന്ന അഹങ്കാരത്തോടെ അയാൾ അവിടെ നിന്നും കടന്നു ചെന്നു. എന്നാൽ അവിടെ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുകയായിരുന്നു. ജീവനക്കാർ ആരും തന്നെ അഭിയെ ബഹുമാനിച്ചില്ല. മാനേജറുടെ ക്യാബിനിലേക്ക് കടക്കാൻ ശ്രമിച്ച അഭിയെ അവർ തടഞ്ഞു. അവിടെ ഇപ്പോൾ വേറെ ആളാണ് ചാർജ് എടുത്തിരിക്കുന്നത്, അവർ പറഞ്ഞു. രോഷാകുലനായ അഭി ക്യാബിനിലേക്ക് തള്ളിക്കയറി. അവിടെ മാനേജറുടെ കസേരയിൽ അനിയെ കണ്ട് അയാളൊന്ന് ഞെട്ടി. നീയാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്?
താൽക്കാലികമായി നിന്നെ ഏൽപ്പിച്ചതാണോ? അഭി പരിഹാസത്തോടെ ചോദിച്ചു. അനി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. താൽക്കാലികമായിട്ടല്ല അഭി, ഈ ബ്രാഞ്ചിന്റെ പൂർണ്ണ ചുമതല ഇപ്പോൾ എനിക്കുള്ളതാണ്. മുത്തശ്ശനും ആദർശേട്ടനും കൂടി എന്നെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അഭിക്കത് സഹിക്കാനായില്ല. എന്റെ കസേരയിലിരിക്കാൻ നിനക്ക് എന്താടാ യോഗ്യത? നിനക്ക് വേറെ ജ്വല്ലറികളൊക്കെ ഉണ്ടല്ലോ നോക്കാൻ, അയാൾ ഒച്ച വെച്ചു പറഞ്ഞു. അനി ശാന്തനായി ഒരു പേപ്പർ അഭിക്ക് നേരെ നീട്ടി. ദേ, ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങളുടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഓർഡറാണിത്. ഇനി ജ്വല്ലറിയുടെ പരിസരത്ത് പോലും വരാൻ പാടില്ലെന്ന് മുത്തശ്ശന്റെ നിർദ്ദേശമാണ്. അപമാനത്താൽ അഭി തല കുനിച്ചു നിന്നു. എങ്കിലും തോൽക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം നിങ്ങളുടെ ഗൂഢാലോചനയാണ്. അനിയെ വളർത്താൻ വേണ്ടി എന്നെ പെട്ടെന്ന് വെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ അഭി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് ആദർശിനെ വെല്ലുവിളിച്ചുവെങ്കിലും ആദർശ് അയാളെ രൂക്ഷമായി വിമർശിച്ചു. അവസാന പ്രതീക്ഷ എന്ന നിലയിൽ അഭി അനന്തപുരി വീട്ടിലേക്കെത്തി. എന്നാൽ മുത്തശ്ശൻ അഭിയെ പടിവാതിൽക്കൽ തന്നെ വെച്ച് തടഞ്ഞു. നിനക്ക് ഈ വീട്ടിൽ യാതൊരുവിധ അവകാശവുമില്ല. ജ്വല്ലറിയിൽ കാണിച്ച വൃത്തികേടുകൾക്ക് ശേഷം നിന്നെ ഞാൻ അവിടെ കയറ്റില്ല, മുത്തശ്ശൻ തീർത്തും പറഞ്ഞു. അഭി ദയനീയമായൊന്ന് മുത്തശ്ശനെ നോക്കി. എന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കുവാണോ? മുത്തശ്ശൻ മറുപടി നൽകി. അനന്തപുരി തറവാട്ടിലെ വിഷവിത്താണ് നീ. നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിന്നും ഇറക്കി വിടേണ്ടതാണ്. പക്ഷേ എൻ്റെ പേരക്കുട്ടി നവ്യയോടും ആ കുഞ്ഞിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. നവ്യയും കുഞ്ഞും തെറ്റുകാരല്ല. അതുകൊണ്ട് നിനക്കിവിടെ നിൽക്കാം. പക്ഷേ ഇനി എന്തെങ്കിലും കുതന്ത്രമായി നീ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയും കൂടി തെരുവിലേക്ക് ഇറക്കി വിടും. മുത്തശ്ശൻ്റെ ഈ വാക്കുകൾ അഭിക്ക് വലിയൊരു പ്രഹരം തന്നെയായിരുന്നു. എങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ അഭി നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്തിന് നവീൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. നന്ദുവിനോടുള്ള പ്രണയം തുറന്നു പറയാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. അതിനായി അവൻ പാർക്കിൽ വെച്ച് സുഹൃത്തുക്കൾക്കായി ഒരു പാർട്ടി ഏർപ്പാടാക്കി. അനിയും നന്ദുവും വിഘ്നേഷും എല്ലാവരും ക്ഷണിക്കപ്പെട്ടു. ഇന്ന് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും, നവീൻ അവരോട് പറഞ്ഞു. പാർക്കിൽ അനിയും നന്ദുവും നേരത്തെ തന്നെ എത്തിയിരുന്നു. അവർ അവിടെ ഇരുന്ന് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ വിവാഹകാര്യം എന്താവും അനി? ഇനിയും എത്ര നാളിങ്ങനെ കാത്തിരിക്കണം? നന്ദു ചോദിച്ചു. അനി അവളെ ആശ്വസിപ്പിച്ചു. നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ അത് നടക്കും നന്ദു. അനാമികയുടെ തടസ്സങ്ങൾ ഒഴിഞ്ഞില്ലേ, അതുപോലത്തെ വീട്ടുകാരുടെ എതിർപ്പുകളും മാറും. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നില്ലേ, കുറച്ചും കൂടി ക്ഷമിക്കാന്നേ. അവർ വളരെ റൊമാൻറ്റിക്കായി ചേർന്ന് നിന്ന് സംസാരിക്കുകയായിരുന്നു ആ സമയത്ത്. ഇതേ സമയത്താണ് കയ്യിലൊരു ചുവന്ന റോസാപ്പൂവുമായി വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നവീൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. നന്ദുവിനെ കണ്ട് തൻ്റെ പ്രണയം, തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയം നന്ദുവിനോട് തുറന്നു പറയണം. നന്ദുവിനെ കണ്ട് പ്രണയം പറയാൻ തുടങ്ങിയ നവീൻ കണ്ടത് അപ്രതീക്ഷിതമായ കാഴ്ചയായിരുന്നു. അനിയും നന്ദുവും അതീവ സ്നേഹത്തോടെ പ്രണയത്തോടെ ചേർന്ന് നിന്ന് സംസാരിക്കുന്നു. ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് തന്നെ നവീൻ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. വർഷങ്ങളായി അവർ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ വാക്കുകളിൽ നിന്നും നവീന് വ്യക്തമായി. നവീന്റെ ഹൃദയം തകർന്നു. നന്ദുവിന് തന്നോട് ഒരു ഇഷ്ടവുമില്ലെന്നും അനിയാണ് അവളുടെ ലോകമെന്നും നവീൻ തിരിച്ചറിഞ്ഞു. തൻ്റെ പ്രണയവും വെറും ഒരു തോന്നൽ മാത്രമായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം നവീൻ ആകെ തകർന്നുപോയി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവ് താഴെയിട്ട് കണ്ണിൽ നിറഞ്ഞ കണ്ണീരുമായി ആരെയും അറിയിക്കാതെ നവീൻ അവിടെ നിന്നും മടങ്ങി. നവീൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയത് കണ്ട് അനിയും നന്ദുവും അമ്പരന്നു. അവർ ഫോൺ വിളിച്ചെങ്കിലും നവീൻ ആ ഫോണൊന്നും എടുത്തില്ല. നവീന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം മനസ്സിലാവാതെ സുഹൃത്തുക്കളെല്ലാം തന്നെ വിഷമത്തോടെ അവിടെ നിന്നു. നവീന്റെ തകർന്ന ഹൃദയവും വേദനയും ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങനെ നവീൻ പാർട്ടി അറേഞ്ച് ചെയ്ത ആ ഒരു ഹാളിലേക്ക് നന്ദു ചെന്ന സമയത്തായിരിക്കും നവീന്റെ മനസ്സിലുള്ള പെൺകുട്ടി അത് നന്ദു ആയിരുന്നുവെന്നും നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നവീൻ ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ആ ഒരു ജീവനക്കാരൻ നന്ദുവിനെ അറിയിക്കുന്നത്. എന്നാൽ സത്യം മനസ്സിലാക്കിയ നന്ദു ഒരിക്കലും ഈ കാര്യം അനിയോട് പോലും ഷെയർ ചെയ്തില്ല. ശരിക്കും നവീന്റെ മനസ്സിൽ നന്ദുവായിരുന്നു എന്ന സത്യം നന്ദു തിരിച്ചറിയുന്നതോടുകൂടെ തന്നെ ആകെ കുറ്റബോധം കൊണ്ട് നേരി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാട്ടോ. ബൈ.